ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന ചാപ്റ്റർ ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഫങ്ഷൻസിൻ്റെ ചാപ്റ്ററിൽ ഒരു ഇൻവെർട്ടിബിൾ ഫങ്ഷനെ കുറിച്ച് പഠിച്ചു. ഒരു ഫങ്ഷൻ ഇൻവെർട്ടിബിൾ എന്ന് പറയുന്നത് എപ്പോഴാണ്? എഫ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, എഫ് ഫ്രം എ ടു ബി, എ ഡൊമൈനും ബി കോഡൊമൈനായിട്ടുള്ള ഒരു ഫങ്ഷൻ, അത് ബൈജക്ഷൻ ആണെങ്കിൽ, ദാറ്റ് മീൻസ് 1-1-on-2 ഫങ്ഷൻ ആണ് എങ്കിൽ ആ എഫ് ഇൻവെർട്ടിബിൾ ആയിരിക്കും. അതായത് ഒരു 1-1-on-2 ആയിട്ടുള്ള ഫങ്ഷൻ, ദാറ്റ് മീൻസ് ബൈജക്ഷൻ ആണെങ്കിൽ മാത്രമേ ഒരു ഫങ്ഷന് ഇൻവെർട്ടിബിൾ ആവുകയുള്ളൂ, അതായത് ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. ഇനി അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? എഫ് ഇൻവേഴ്സ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് from b to a, it is defined as f of x. If f of x is equal to y, then f inverse of y is equal to x. അതായത് എഫ് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ അതൊരു ബൈജക്ഷൻ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും. അതായത് ഡൊമൈനും കോഡൊമൈനും പരസ്പരം തിരിഞ്ഞു വരും. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ദെൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ്. അതായത് എഫിൽ എക്സിൻ്റെ ഇമേജ് ആണ് വൈ എങ്കിൽ എഫ് ഇൻവേഴ്സിൽ നേരെ തിരിച്ചായിരിക്കും, വൈയുടെ ഇമേജ് ആയിരിക്കും എക്സ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു ധാരണ വെച്ചുകൊണ്ട് നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം സൈൻ ഫംഗ്ഷൻ തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ സൈൻ എക്സ് എന്ന ഫംഗ്ഷനെ കുറിച്ച് +1 പഠിച്ചതാണ്. അതിൻ്റെ ഗ്രാഫ് നമുക്കറിയാം. ഇത് ഈ കാണുന്നതാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ്. അതായത് ആ ഗ്രാഫ് ശ്രദ്ധിക്കുക. 0-ൽ സ്റ്റാർട്ട് ചെയ്തു, സൈൻ 0 ആണ് സ്റ്റാർട്ട് ചെയ്ത് അത് π/2 1 ആവുന്നു. ദെൻ അവിടെ നിന്ന് കുറഞ്ഞ് π-ലെത്തുമ്പോൾ അത് വീണ്ടും 0 ആവുന്നു. ദെൻ അവിടെ നിന്ന് 3π/2 -1 ആവുന്നു. ദെൻ 2π അത് 0 ആവുന്നു. ഇതിങ്ങനെ അങ്ങോട്ട് അത് ഇതേപോലെ അങ്ങ് ഇൻഫിനിറ്റി വരെ കണ്ടിന്യൂ ചെയ്യും. ഇതുപോലെ തിരിച്ച് -∞ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് സൈൻ എക്സ് എന്ന ഫംഗ്ഷൻ. ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഫംഗ്ഷൻ ഫ്രം R to R. നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ ഫംഗ്ഷൻ 1-1-on-2 ആണോ എന്നുള്ളതാണ്. കാരണം 1-1-on-2 ആണെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ എന്തുണ്ടാവുള്ളൂ, ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 1-1-on-2 ആണോ എന്നുള്ളതാണ് ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം. അപ്പോൾ അതിന് 1-1-on-2 തെളിയിക്കുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ചാൽ എങ്ങനെയാണ്? ഒരു ഹൊറിസോണ്ടൽ ലൈൻ, അത് എക്സ് ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ വരയ്ക്കുമ്പോൾ ആ ലൈൻ കർവിനെ ഒരു പോയിന്റിലെങ്കിലും കട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഫംഗ്ഷൻ on2 ആയിരിക്കും. അതായത് പിന്നെ on2ൻ്റെ ഡെഫിനിഷൻ കോഡൊമൈനിലെ എലമെൻറ്റുകൾക്കെല്ലാം പ്രീ ഇമേജ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ കോഡൊമൈനിലെ എലമെൻറ്റുകളാണ് നമ്മൾ വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് വൈ ആക്സിസിന് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻസ് വരയ്ക്കുന്നു. അങ്ങനെ വരയ്ക്കുന്ന എല്ലാ ലൈൻസും ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും കർവിനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ on2 ആയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഇപ്പോൾ അവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ലൈൻ വരച്ചപ്പോൾ അത് ഡി എന്ന പോയിന്റിൽ വന്ന് കർവിനെ മീറ്റ് ചെയ്തിരിക്കുന്നു. ഡി എന്ന കർവിൽ കർവിനെ മീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ ഡിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ എക്സ് കോർഡിനേറ്റ് ഉണ്ട്, x1. ഇതിൻ്റെ അർത്ഥം ഈ x1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ആണ് എ. ഇപ്പോൾ x1 എന്നുള്ള പെർപെൻഡിക്കുലറാണ് കർവിനെ ഡിയിൽ മീറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് y ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലറാണ് എയിൽ മീറ്റ് ചെയ്തിരിക്കുന്നത്. ആ പോയിന്റ് y1 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ x1ൻ്റെ ഇമേജാണ് y1, തിരിച്ച് y1ൻ്റെ പ്രീ ഇമേജ് ആണ് x1. അപ്പോൾ ഈ എലമെൻറ്റിന് പ്രീ ഇമേജ് ഉണ്ടെന്ന് അർത്ഥം. ഒരു പോയിന്റിൽ മീറ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം പ്രീ ഇമേജ് ഉണ്ട് എന്നാണ്. ഒരു പോയിന്റിലും മീറ്റ് ചെയ്യാതെ വന്നാൽ അതിൻ്റെ അർത്ഥം അതിന് പ്രീ ഇമേജ് ഇല്ല എന്നാണ്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ എവിടെ വരുമ്പോൾ മീറ്റ് ചെയ്യില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആ പോയിന്റിന് എന്തില്ല, പ്രീ ഇമേജ് ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ 1ന് മുകളിലേക്ക് പോയാൽ പ്രീ ഇമേജ് ഇല്ല. അതുപോലെ തന്നെ -1ന് താഴേക്ക് പോയാലും പ്രീ ഇമേജ് ഇല്ല. എന്താ എൻ്റെ കാരണം? സൈൻ എക്സ് എന്ന ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1ഉം ആണ്. അതായത് സൈൻ എക്സിൻ്റെ വാല്യൂ -1നും +1നും ഇടയ്ക്കാണ്. അതുകൊണ്ടാണ് 1നേക്കാൾ കൂടിയ വാല്യൂസിന് പ്രീ ഇമേജ് ഇല്ലാതെ വരുന്നത്. അതുപോലെ -1നേക്കാൾ കുറഞ്ഞ വാല്യൂസിനും പ്രീ ഇമേജ് ഇല്ലാതെ വരുന്നത്. ദറ്റ് മീൻസ് സൈൻ എക്സ് വാല്യൂ ഓഫ് സൈൻ എക്സ് ഈസ് ബിറ്റ്വീൻ -1 and 1, അല്ലെങ്കിൽ വാല്യൂ ഓഫ് സൈൻ എക്സ് ഈസ് ഇൻ ദ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ -1, 1.
ദാറ്റ് മീൻസ് സൈൻ എക്സിൻ്റെ റേഞ്ചാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കോഡൊമൈനായ ആറിന് പകരം നമുക്ക് റേഞ്ച് എടുത്താൽ, 6 മാറ്റി അവിടെ റേഞ്ചായ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 നമുക്ക് റേഞ്ചാക്കി മാറ്റിയാൽ അപ്പോൾ എന്താ സംഭവിക്കുക? ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 റേഞ്ചാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഓൺ ടു ആയി മാറും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാമല്ലോ, ഒരു ഫംഗ്ഷൻ്റെ റേഞ്ചിനെയാണ് നമ്മൾ കോഡൊമൈനായിട്ട് എടുക്കുന്നത് എങ്കിൽ ആ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കും. കാരണം റേഞ്ച് എടുത്തു കഴിഞ്ഞാലുള്ള കാര്യം നമുക്ക് ആ പിന്നെ 1 വരെ നമുക്ക് നോക്കിയാൽ മതി. 1ന് മുകളിലോട്ടുള്ള നോക്കണ്ട. 1 വരെയുള്ള എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടാവും. തിരിച്ച് താഴോട്ട് -1 വരെയും നോക്കിയാൽ മതി. മറ്റുള്ളതൊന്നും നോക്കണ്ട. അപ്പോൾ അതിനെല്ലാം പ്രീ ഇമേജ് ഉണ്ട്. കാരണം വരയ്ക്കുന്ന ലൈൻസ് എല്ലാം കർവിനെ മീറ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് ആ ഫംഗ്ഷൻ ഓൺ ടു ആവും. അപ്പോൾ ഓൺ ടു ആക്കാൻ വേണ്ടി ഇതിൻ്റെ കോഡൊമൈനെ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ചുരുക്കി. ദാറ്റ് മീൻസ് കോഡൊമൈന് റേഞ്ചിലേക്ക് ചുരുക്കി. സൈൻ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ആണ്. അതിനെ കോഡൊമൈനായിട്ട് ചൂസ് ചെയ്തു. അപ്പോൾ ഫംഗ്ഷൻ ഓൺ ടു ആയി മാറി. ഇനി 1 ആണോ എന്ന് പരിശോധിക്കാൻ. 1 പറഞ്ഞത് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ, അതായത് എക്സ് ആക്സിസിൻ്റെ പാരലൽ ലൈൻസ് വരയ്ക്കുമ്പോൾ എല്ലാ ലൈനുകളും ഒരു പോയിന്റിൽ മാത്രം കർവിനെ മീറ്റ് ചെയ്താൽ അത് 1 ആയിരിക്കും. ഒന്നിലധികം പോയിന്റുകൾ മീറ്റ് ചെയ്താൽ ആ ഫംഗ്ഷൻ 1 ആയിരിക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടുണ്ട്. ആ ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിലധികം പോയിന്റിൽ കർവിനെ മീറ്റ് ചെയ്തിരിക്കുന്നു. ഒന്നിലധികം പോയിന്റിൽ കർവിനെ മീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ ബിയിൽ മീറ്റ് ചെയ്യുന്നു, ഇവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ഈ പോയിന്റ് y1 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ട്. അതുപോലെ ഇവിടെയും ഒരു പ്രീ ഇമേജ് ഉണ്ട്. അതാണ് ഒന്നിലധികം പോയിന്റുകളിൽ മീറ്റ് ചെയ്താൽ എൻ്റെ അർത്ഥമാണ്. ഒന്നിലധികം പ്രീ ഇമേജസ് ഉണ്ട്. ഇവിടെ 2 പോയിന്റിൽ മാത്രമല്ല, ഈ ഗ്രാഫ് അങ്ങ് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ y1 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്രീ ഇമേജസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1 അല്ല. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്രീ ഇമേജസ് ഉള്ളത് കൊണ്ട് ഈ ഫംഗ്ഷൻ 1 അല്ല. അപ്പോൾ 1 അല്ല എന്നുള്ളത് കൊണ്ട് ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടാവില്ല. ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ 1 ഓൺ ടു ആണ്. നമ്മൾ ഓൺ ടു ആക്കി ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 കോഡൊമൈൻ ആക്കിയതോടുകൂടി ഫംഗ്ഷൻ ഓൺ ടു ആയി മാറി. പക്ഷേ ഇപ്പോൾ ഫംഗ്ഷൻ 1 അല്ല. കാരണം ഏത് എലമെൻ്റ് എടുത്താലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്രീ ഇമേജസ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാൽ അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ കർവിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 അല്ല. അപ്പോൾ ഇനി എന്താണ് മാർഗം? നമുക്ക് ആ സൈൻ എക്സിൻ്റെ ഗ്രാഫ് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഗ്രാഫിൽ സൈൻ എക്സിൻ്റെ വാല്യൂ -1നും +1നും ഇടയ്ക്കാണ്. ഇവിടെ നോക്കിയാൽ -1 ആണ്. അവിടെ നിന്ന് 0-ലെത്തുന്നു, 0-ൽ നിന്ന് 1-ലെത്തുന്നു, 1-ലെത്തി വീണ്ടും അത് കുറയുകയാണ്, 0-ലെത്തുന്നു, തിരിച്ച് -1-ലെത്തുന്നു, വീണ്ടും കൂടി 0-ലെത്തുന്നു, 1-ലെത്തുന്നു. ഇങ്ങനെ 2 വശത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ വാല്യൂ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വാല്യൂ ഒഴിവാക്കിയിട്ട് നമുക്ക് -1നും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ മാത്രം വരുന്ന രീതിയിൽ ഈ ഫംഗ്ഷനെ ഒന്ന് മാറ്റിയാൽ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ ഒന്ന് ചുരുക്കാം. ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ -1ൽ സ്റ്റാർട്ട് ചെയ്ത് 0-ലെത്തി, ദെൻ അവിടുന്ന് 1-ലെത്തുന്നു. അത്രയും ഭാഗത്തേക്ക് നമുക്ക് ഫംഗ്ഷൻ ഒന്ന് ചുരുക്കുകയാണ്. അത്രയും ഭാഗത്തേക്ക് ഫംഗ്ഷൻ ഒന്ന് ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഈ ഭാഗത്തേക്ക് ഫംഗ്ഷനെ നമ്മൾ ചുരുക്കി. ഇപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ നോക്കിക്കേ. ഹൊറിസോണ്ടൽ ലൈൻ എവിടെ വരച്ചാലും അത് ഒരു പോയിന്റിൽ മാത്രമേ കർവിനെ മീറ്റ് ചെയ്യുന്നുള്ളൂ. ഒറ്റ പോയിന്റിൽ മാത്രമേ കർവിനെ മീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ എന്തായി മാറി? ഫംഗ്ഷൻ 1 ആയി മാറി. ഒരു പോയിന്റിൽ മാത്രമേ കർവിനെ മീറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഫംഗ്ഷൻ 1 ആയിട്ട് മാറി. എങ്ങോട്ടാണ് ചുരുക്കി നോക്കിയേ? -π/2ലാണ്. ഇവിടെ -π/2ലാണ് തുടങ്ങിയിരിക്കുന്നത്. -π/2ൽ തുടങ്ങി ഇവിടെ എത്തുമ്പോൾ π/2 വരെയാണ്. -π/2 മുതൽ π/2 വരെ ചുരുക്കി. എന്തിനു ചുരുക്കി? ആ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എപ്പോഴും എക്സ് ആക്സിസിലാണ് വരുന്നത്. ഡൊമൈൻ വാല്യൂസ് ആണ് എക്സ് ആക്സിസിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ ഡൊമൈനെ ഒന്ന് ചുരുക്കി എങ്ങോട്ടേക്ക് മാറ്റി? ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 നമ്മൾ ഫംഗ്ഷൻ്റെ ഡൊമൈനെ ഒന്ന് ചുരുക്കി. അങ്ങനെ ചുരുക്കിയപ്പോൾ ഉണ്ടായ മാറ്റം ആ ഫംഗ്ഷൻ എന്തായി മാറി? 1 ആയി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഫംഗ്ഷനെ ഈ ചുരുക്കുന്നതിലൂടെ ഫംഗ്ഷൻ നമുക്ക് 1 ആക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ 1 അല്ലാത്ത ഫംഗ്ഷനെ അതിൻ്റെ ഡൊമൈൻ ചുരുക്കിയതിലൂടെ നമുക്ക് ആ ഫംഗ്ഷനെ 1 ആക്കി മാറ്റി. ഇപ്പോൾ
അപ്പോൾ ആദ്യം നമ്മൾ ആർ ടു ആർ എന്ന ഫംഗ്ഷൻ ആയിരുന്നു. അതിൽ ആദ്യം നമ്മൾ ഓൺ ടു ആക്കാൻ വേണ്ടി അതിൻ്റെ കോഡൊമൈനെ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ചുരുക്കി. അതായത് ആ ഫംഗ്ഷനെ റേഞ്ചിനെ കോഡൊമൈനാക്കി മാറ്റി. അപ്പോൾ ഫംഗ്ഷൻ ഓൺ ടു ആയി മാറി. അപ്പോഴും ഫംഗ്ഷൻ 1 ആയിരുന്നില്ല. ഫംഗ്ഷൻ 1 ആയിരുന്നില്ല എന്ന് പറയുന്ന കാര്യം പിന്നെ ഏത് എലമെൻ്റ് എടുത്താലും ഒന്നിൽ കൂടുതൽ ഇമേജുകളുള്ളത് കൊണ്ട് ഫംഗ്ഷൻ 1 ആയിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഡൊമൈനെ ചുരുക്കി. ഡൊമൈൻ എങ്ങോട്ടേക്ക് ചുരുക്കി? ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിനെ ചുരുക്കി. അപ്പോൾ ഫംഗ്ഷൻ ഇപ്പോൾ എന്തായി? ഇപ്പോൾ നോക്കുക, ഓൺ ടു 1 ആയി മാറി. അപ്പോൾ സൈൻ എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2 കോഡൊമൈൻ അതിൻ്റെ റേഞ്ചായ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ഇപ്പോൾ ഈ ഫംഗ്ഷൻ 1 ഓൺ ടുവുമായി. ദാറ്റ് മീൻസ് ഈ ഫംഗ്ഷൻ ഒരു ബൈജക്ഷനായി മാറി. അപ്പോൾ 1 ഓൺ ടു ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചാണ്, എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. അത് 1 ഓൺ ടുവുമായാൽ, ദാറ്റ് മീൻസ് ബൈജക്ഷൻ ആയാൽ, നമുക്കതിൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു എഫ് ഇൻവേഴ്സ് ബിയിൽ നിന്നും എയിലേക്ക് ഡിഫൈൻ ചെയ്യിക്കുന്ന ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ സൈൻ എക്സിൻ്റെ ഡൊമൈൻ നമ്മൾ -π/2 π/2 ചുരുക്കിയപ്പോൾ ഫംഗ്ഷൻ 1 ഓൺ ടുവുമായി. അപ്പോൾ ഇവിടെ ഇതാണ് നോക്കേണ്ടത്. നമ്മൾ തുടങ്ങിയത് സൈൻ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ എന്ന് പറഞ്ഞാണ്. അത് 1 ഓൺ ടുവുമല്ല. നമ്മൾ ആദ്യം അതിൻ്റെ കോഡൊമൈൻ ആർ എന്നുള്ളത് ചുരുക്കി ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ദാറ്റ് മീൻസ് സൈൻ എക്സിൻ്റെ റേഞ്ചാണത്. കാരണം സൈൻ എക്സിൻ്റെ വാല്യൂ -1നും 1നും ഇടയ്ക്കാണ്. അപ്പോൾ സൈൻ എക്സിൻ്റെ റേഞ്ചാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1. അത് കോഡൊമൈനാക്കി മാറ്റി. റേഞ്ച് ഈക്വൽ ടു കോഡൊമൈനാക്കിയാൽ ഫംഗ്ഷൻ ഓൺ ടു ആവും. അപ്പോൾ ഫംഗ്ഷൻ ഓൺ ടു ആയി. അപ്പോഴും ഫംഗ്ഷൻ 1 അല്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? വീണ്ടും അതിൻ്റെ ഡൊമൈനിനെ ചുരുക്കി ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2 ഇപ്പോൾ ഫംഗ്ഷൻ 1 ഓൺ ടു ആയി. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2 ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സിൻ്റെ വാല്യൂ -π/2നും π/2നും ഇടയ്ക്കായിരിക്കണം. ഈ ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാവും. നോക്കിയേ, ഈ ഗ്രാഫിൻ്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂസ് നോക്കുക. നിങ്ങൾ എക്സ് ആക്സിസിലേക്ക് ഗ്രാഫിൽ നിന്ന് പെർപെൻഡിക്കുലേഴ്സ് വരച്ച് നോക്കുക. അത് -π/2 തുടങ്ങി π/2 അവസാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ -π/2നും π/2നും ഇടയ്ക്കായിരിക്കും എക്സിൻ്റെ വാല്യൂ. ഇപ്പോൾ സൈൻ എക്സിൻ്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2 ആണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എക്സിൻ്റെ വാല്യൂ -π/2നും π/2നും ഇടയ്ക്കായിരിക്കും. അതിൻ്റെ കോഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ദാറ്റ് മീൻസ് അതിൻ്റെ റേഞ്ച് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് സൈൻ എക്സിൻ്റെ വാല്യൂ -1നും 1നും ഇടയ്ക്കാണെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എഫ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് അതിൻ്റെ എക്സ് വാല്യൂസും അതിൻ്റെ കോഡൊമൈൻ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എഫ് എക്സ് വാല്യൂസുമാണ്. എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് റേഞ്ച്. എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് ഡൊമൈൻ. എഫ് എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് റേഞ്ച്. അപ്പോൾ എക്സ് വാല്യൂസ് -π/2നും π/2നും ഇടയ്ക്ക്, എഫ് എക്സ് വാല്യൂസ് ദാറ്റ് മീൻസ് സൈൻ എക്സ് വാല്യൂസ് -1നും 1നും ഇടയ്ക്ക്. ഇപ്പോൾ ഫംഗ്ഷൻ 1 ആയി, ഓൺ ടു ആയി. അതുകൊണ്ട് നമുക്ക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും, സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സൈൻ ഇൻവേഴ്സിൻ്റെ എന്ന ഫംഗ്ഷൻ നേരെ തിരിച്ചു വരും. സൈൻ എക്സിൻ്റെ ഡൊമൈൻ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ കോഡൊമൈനായി മാറും, അല്ലെങ്കിൽ റേഞ്ചായി മാറും. സൈൻ എക്സിൻ്റെ റേഞ്ച് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈനായി മാറും. അങ്ങനെ സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2. ഇങ്ങനെ നമുക്ക് സൈൻ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഡൊമൈനിനെയും കോഡൊമൈനിനെയും റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് കാണാതെ പഠിച്ചു വയ്ക്കാനില്ല. സൈൻ എക്സിൻ്റെ ഗ്രാഫ് മനസ്സിലുണ്ടാവണം. ഗ്രാഫ് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് -π/2 π/2 -1 തുടങ്ങി 1 വരെയുള്ള എല്ലാ വാല്യൂസും വരുന്നുണ്ട്. അത് ഒറ്റ തവണയേ വരുന്നുള്ളൂ. നമ്മൾ 0/2 ആക്കിയാൽ പറ്റില്ല. കാരണം 0/2 ആക്കിയാൽ 0 മുതൽ 1 വരെ വരത്തുള്ളൂ. അപ്പോൾ -1 മുതൽ 1 വരെയുള്ള എല്ലാ വാല്യൂസും വരുന്നുമുണ്ട്, എന്നാൽ ഒരു തവണയേ വരുന്നുള്ളൂ. അപ്പോൾ 1 ഓൺ ടു ആകുന്നു. അതിനാണ് ആ ഇൻ്റർവെല്ലിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തത്. അപ്പോൾ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റി. സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫംഗ്ഷൻ ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2. ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈനാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ചാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈനാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സൈൻ ഇൻവേഴ്സ് എക്സിൽ എക്സിൻ്റെ വാല്യൂ -1നും 1നും ഇടയ്ക്കായിരിക്കുമെന്നാണ്.
അത് നമുക്കറിയാം സൈൻ എക്സിൻ്റെ വാല്യൂ -1നും 1 ഇടയ്ക്ക്. അപ്പോൾ തിരിച്ച് ഇൻവേഴ്സ് എടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിലെ എക്സിൻ്റെ വാല്യൂ -1നും 1 ഇടയ്ക്കാണ്. ദെൻ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ചാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2. ദാറ്റ് മീൻസ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2ലായിരിക്കണം. എപ്പോഴും ഓർക്കുക, ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ് വാല്യൂസ് എവിടെയാണോ വരുന്നത് അതാണ് ആ ഡൊമൈൻ. fx വാല്യൂസ് എവിടെയാണോ വരുന്നത് അതാണ് റേഞ്ച്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈനാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൈൻ ഇൻവേഴ്സ് എക്സിൽ എക്സിൻ്റെ വാല്യൂ ബിറ്റ്വീൻ -1 1 and 1. The value of x should be in the interval closed interval -1 1. അതിൻ്റെ റേഞ്ചാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം fxൻ്റെ വാല്യൂ, ദാറ്റ് മീൻസ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ ആണ് -π/2നും π/2നും ഇടയ്ക്ക്. വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ബിറ്റ്വീൻ -π/2 and π/2. ഇവിടെ ആ ഒരു കാര്യം ഓർമ്മ വേണം. ഇപ്പോൾ sin inverse x domain is in the interval -1 1. That means that -1 less than or equal to x less than or equal to 1. Now range of sin inverse x is closed interval -π/2 π/2. It means that value of sin inverse x is in the interval -π/2 π/2 -π/2 less than or equal to sin inverse less than or equal to π/2. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വാല്യൂ ഓഫ് sin inverse x is in the interval closed interval -π/2 π/2 and for sin inverse x the value of x should be in the interval -1 1. അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മളുടെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഓർമ്മയുണ്ടാവും. നമ്മൾ ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത് f(x) = y ആണെങ്കിൽ f ഇൻവേഴ്സ് ഓഫ് y = x ആവുന്നതാണ്. അപ്പോൾ നമുക്ക് പറയാം if sin x = y then sin inverse of y = x. അത് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ജനറൽ ഡെഫിനിഷനാണ്. if f(x) = y then f ഇൻവേഴ്സ് ഓഫ് y = x എന്ന് പറയുന്ന ജനറൽ ഡെഫിനിഷൻ തന്നെയാണ് if sin x = y then sin inverse y = x. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ഒന്ന് ചുരുക്കി പറയാം. നമ്മൾ തുടങ്ങിയത് ഒരു sin x എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്. അത് ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഡൊമൈനും കോഡൊമൈനും 6 ആയിട്ടുള്ള ഫംഗ്ഷനാണ് sin x. അത് 1 1 അല്ല, ഓൺ ടു അല്ല എന്നുള്ളത് കൊണ്ട് ഇൻവേഴ്സ് ഇല്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്, കോഡൊമൈനെ 6ൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തു. കോഡൊമൈൻ -1 1ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തപ്പോൾ, അതായത് റേഞ്ചാണ് റേഞ്ചിലേക്ക് കോഡൊമൈൻ മാറ്റി, ആ ഫംഗ്ഷൻ റേഞ്ചായിട്ട് കോഡൊമൈൻ മാറ്റിയപ്പോൾ ഫംഗ്ഷൻ ഓൺ ടു ആയി. അപ്പോഴും ഫംഗ്ഷൻ 1 1 അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ചെയ്ത് ഡൊമൈനിനെ വീണ്ടും ചുരുക്കി. മുഴുവൻ ഗ്രാഫും വേണ്ട, -π/2 മുതൽ π/2 വരെയുള്ള ഭാഗമാക്കി മാറ്റി ഡൊമൈനെ വീണ്ടും ചുരുക്കി -π/2 π/2ലേക്ക് മാറ്റി. ഇപ്പോൾ ഫംഗ്ഷൻ 1 1മായി. അങ്ങനെ 1 1 ഓൺ ടു ആയതുകൊണ്ട് അതിന് ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ sin x is a function from closed interval -π/2 π/2 to closed interval -1 1. It is bijection. It is 1 1 and on 2. Therefore inverse exist ചെയ്യുന്നു. sin inverse x is defined from തിരിച്ച് closed interval -1 1 to closed interval -π/2 π/2. And it is defined as if sin x = y then sin inverse y = x. ഇവിടെ പറഞ്ഞത് sin inverse x ന്റെ ഡൊമൈനാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1. that means that value of x is in the interval closed interval -1 1. അതാണ് -1 less than or equal to x less than or equal to 1. Now range of sin inverse x is in the interval closed interval -π/2 π/2. that means that value of sin inverse x is in the interval -π/2 π/2. അതാണ് ഇവിടെ എഴുതിയത്. -π/2 less than or equal to sin inverse x less than or equal to π/2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു റിസൾട്ടാണ്. പ്രത്യേകിച്ചും ഇത് sin inverse എക്സിൻ്റെ വാല്യൂ -π/2നും π/2നും ഇടയ്ക്കായിരിക്കണം എന്നുള്ളത്. അതായത് sin inverse എക്സിൻ്റെ റേഞ്ചാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണത്. വാല്യൂ ഓഫ് sin inverse x is in the interval range of sin inverse x is closed interval -π/2 π/2. that means that value of sin inverse x is in the interval closed interval -π/2 π/2. ഇനി ഒരു കാര്യം കൂടി നമുക്ക് പറയാം. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് sin inverse y = x, sin x = y then sin inverse y = x. അപ്പോൾ ഇവിടെ ഈ y = sin x എന്ന ഇവിടുത്തെ yക്ക് പകരം നമുക്ക് sin inverse കൊടുക്കാം, sin x കൊടുക്കാം. ആ yക്ക് പകരം നമുക്ക് sin x എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും, sin inverse sin x അല്ലേ, sin inverse y = x എന്നാൽ yക്ക് പകരമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, sin x എന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടും sin inverse sin x = x, sin inverse sin x = x എന്ന് കിട്ടും. sin inverse sin x = x ആണ്. ഇവിടെ sin x എന്നാണ്, sin xൻ്റെ ഡൊമൈൻ
നമ്മൾ പഠിച്ചതാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 ആണെന്ന്. അപ്പോൾ സൈൻ എക്സിലെ എക്സിൻ്റെ വാല്യൂ -π/2നും π/2നും ഇടയ്ക്കായിരിക്കണമെന്നാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസിക്കൽ ടു എക്സ് ഈസ് -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. ഇത് കൺഫ്യൂസ്ഡ് ആവരുത്. സൈൻ എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2ഉം റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1ഉം 1ഉം. അപ്പോൾ അവിടെ എക്സിൻ്റെ വാല്യൂ -π/2 π/2ലും സൈൻ എക്സിൻ്റെ വാല്യൂ -1 1ലും ആയിരിക്കണം. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1. അപ്പോൾ എക്സ് -1നും 1നും ഇടയ്ക്കായിരിക്കണം. റേഞ്ച് -π/2 π/2 ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ -π/2നും π/2നും ഇടയ്ക്കായിരിക്കണം. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സൈൻ എക്സ് എന്ന് കേൾക്കുമ്പോൾ എക്സ് ബിറ്റ്വീൻ -π/2 ആൻഡ് π/2. എന്നാൽ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കേൾക്കുമ്പോൾ എക്സ് ഷുഡ് ബി ഇൻ ദ ഇൻ്റർവെൽ -1 1. ഇനി നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്തത് നമ്മൾ സൈൻ എക്സ് എന്ന ഫംഗ്ഷൻ്റെ റേഞ്ചിനെ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1ലേക്കും ഡൊമൈനെ ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2ലേക്കും ചുരുക്കുകയാണ് ചെയ്തത്, റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് 1 1 ആക്കാൻ വേണ്ടി. പക്ഷേ ഈ -π/2 π/2ലേക്ക് തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. -π/2 π/2ൽ സംഭവിക്കുന്ന വാല്യൂ -1ൽ തുടങ്ങി 0ൽ നിന്ന് 1ൽ എത്തുകയാണ്. ദെൻ നിങ്ങൾ അടുത്ത π/2 മുതൽ 3π/2 വരെയുള്ള ഇൻ്റർവെൽ നോക്കിയേ, അവിടെ സംഭവിക്കുന്നത് തന്നെയാണ്. π/1ൽ തുടങ്ങി 0ലെത്തി അവിടെ നിന്ന് 3π/2ൽ എത്തുമ്പോഴേക്ക് അത് -1 ആവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. -π/2 π/2ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് പകരം π/2 മുതൽ 3π/2 വരെ റെസ്ട്രിക്റ്റ് ചെയ്യാം. നോക്കുക, π/2 മുതൽ 3π/2 വരെ അവിടെ -1നും 1നും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും വരുന്നുണ്ട്. ഫംഗ്ഷൻ 1 1ഉമാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റേഞ്ചിൻ്റെ സ്ഥാനത്ത് -π/2 π/2ന് പകരം റേഞ്ചിൻ്റെ സ്ഥാനത്ത് വരാൻ പോകുന്നത് π/2 3π/2 ആയിരിക്കും. ഇനി അവിടെ അങ്ങനെയും വേണമെന്നില്ല, വീണ്ടും ഓപ്ഷനുണ്ട്. നമുക്കതിനെ 3π/2 5π/2ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ കണ്ടോ. 3π/2 മുതൽ 5π/2 വരെ റെസ്ട്രിക്റ്റ് ചെയ്യാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ 3π/2 5π/2 ആവും. അല്ലെങ്കിൽ തൊട്ടടുത്ത 5π/2 7π/2ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം. അങ്ങനെ അങ്ങ് ഇൻഫിനിറ്റി വരെ പോകാം. ഇതുപോലെ നേരെ തിരിച്ച് ലെഫ്റ്റ് സൈഡിലുമാകാം. എങ്ങനെയാണ്? -3π/2 മുതൽ -π/2 വരെ റെസ്ട്രിക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പുറത്ത് -5π/2 മുതൽ -3π/2 വരെ റെസ്ട്രിക്റ്റ് ചെയ്യാം. അങ്ങനെ ഇതിൽ ഈ പറഞ്ഞ ഏത് ഇൻ്റർവെല്ലിലേക്ക് -π/2 π/2ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് പകരം ഒന്നുകിൽ π/2 3π/2ലേക്ക്, അതല്ലെങ്കിൽ 3π/2 5π/2ലേക്ക്, അതല്ലെങ്കിൽ 5π/2 7π/2ലേക്ക്, ഇതിൽ ഇങ്ങനെ എക്സെട്രാ അപ് ടു ഇൻഫിനിറ്റി. അതുപോലെ ലെഫ്റ്റ് സൈഡിലും -3π/2 ടു -π/2, അല്ലെങ്കിൽ -5π/2 ടു -3π/2. ഇതിൽ ഏത് ഇൻ്റർവെല്ലിലേക്കും സൈൻ എക്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യാം. എങ്ങനെ ചെയ്താലും ഫംഗ്ഷൻ 1 1 ആയി മാറും. അപ്പോൾ അവിടെ എല്ലാം ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ്? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എപ്പോഴും ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 തന്നെ ആയിരിക്കും. പക്ഷേ റേഞ്ച് ആയിട്ട് -π/2 π/2 എടുക്കുന്നതിന് പകരം ഈ പറഞ്ഞ ഇൻ്റർവെല്ലുകളിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഒരുപാട് സൈൻ ഇൻവേഴ്സ് എക്സുകൾ കിട്ടുന്നു. നമ്മളവിടെ പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകൾ കിട്ടുന്നു എന്നാണ് പറയുന്നത്. വി ഗെറ്റ് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതിൽ നമ്മൾ അങ്ങനെ പല സൈൻ ഇൻവേഴ്സ് എക്സ് കിട്ടിയാൽ അങ്ങനെ ശരിയാവില്ല. മാത്തമാറ്റിക്സിൽ അങ്ങനെ പലത് കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തർ അവരവരുടെ സൈൻ ഇൻവേഴ്സ് എക്സ് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാവണം. ആ യൂണിഫോമിറ്റി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? -π/2 π/2 എന്ന ഇൻ്റർവെല്ലിനെ ചൂസ് ചെയ്യും. നമ്മൾ ആദ്യം റെസ്ട്രിക്റ്റ് ചെയ്ത -π/2 π/2 എന്ന ഇൻ്റർവെല്ലിനെ നമ്മൾ സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചായി ചൂസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ -π/2 π/2 എന്ന ഇൻ്റർവെല്ലിലേക്ക് നിജപ്പെടുത്തുന്നു. ആ -π/2 π/2 ഇൻ്റർവെല്ലായിട്ടുള്ള റേഞ്ചായിട്ടുള്ള സൈൻ ഇൻവേഴ്സ് എക്സിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നു. -π/2 π/2 എന്ന ഇൻ്റർവെൽ റേഞ്ചായി വരുന്ന, അതായത് സൈൻ എക്സിൻ്റെ ഡൊമൈനെ -π/2 π/2ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൈൻ ഇൻവേഴ്സ് എക്സ്, അതാണ് -π/2 π/2 റേഞ്ചായിട്ടുള്ള സൈൻ ഇൻവേഴ്സ് എക്സ്. അതിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നു. ആ ഇൻ്റർവെല്ലിനെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ചാണിത്. ദാറ്റ് മീൻസ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ -π/2നും π/2നും ഇടയ്ക്കായി
തെറ്റായി നിജപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞു -π/2 π/2 ആകണമെന്നില്ല, കുറേ ഇൻ്റർവെല്ലുകൾ പറഞ്ഞു, π/2 3π/2 3π/2 5π/2 അങ്ങനെ ആ ഇൻ്റർവെല്ലുകളിൽ ഏത് വേണമെങ്കിലും ആകാം. പക്ഷേ എന്ത് ചെയ്യുന്നു, നമ്മൾ തീരുമാനിക്കുന്നു -π/2 π/2 എന്ന ഇൻ്റർവെൽ മതി എന്ന് തീരുമാനിക്കുന്നു. ആ ഇൻ്റർവെല്ലിനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2 ആണ്. ഇത് നമ്മളിനി 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൻ്റെയും ഇൻവേഴ്സ് നമ്മളിനി പഠിക്കും. ആകെ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷനുണ്ട്, 6ൻ്റെയും ഇൻവേഴ്സ് പഠിക്കും. ഇതിൻ്റെ ഓരോന്നിലും ഇതുപോലെ പ്രിൻസിപ്പൽ വാല്യൂ ഉണ്ടാവും, അത് വ്യത്യസ്തമായിരിക്കും. ആ പ്രിൻസിപ്പൽ വാല്യൂ നമുക്ക് കാണാതെ പഠിച്ചു വയ്ക്കാം, പക്ഷേ കാണാതെ മാത്രം പഠിച്ചു വയ്ക്കുകയല്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്താണ് ഈ ഇൻ്റർവെല്ലിലേക്ക് ചുരുക്കാനുള്ള കാരണം? കാരണം ഈ ഇൻ്റർവെല്ലിലേക്ക് ചുരുക്കുമ്പോഴാണ് ഫംഗ്ഷൻ 1 ആയി മാറുന്നത്. ഈ ഇൻ്റർവെല്ലിലേക്ക് ചുരുക്കിയാൽ മാത്രമേ 1 ആവുള്ളൂ, അല്ല π/2 3π/2 അല്ലെങ്കിൽ 3π/2 5π/2 അങ്ങനെ പല പല ഇൻ്റർവെൽസ് ഉണ്ട്. ഇതിൽ ഏതിലേക്ക് ചുരുക്കാം, പക്ഷേ അതിൽ ഈ ഇൻ്റർവെല്ലിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു -π/2 π/2 അതിനെ നമ്മൾ സെലക്ട് ചെയ്ത് അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഞ്ച് എന്താണ്, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ എന്താണ്, ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2 ആണ്. ദാറ്റ് മീൻസ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2 ഈ ഒരു കാര്യം ഓർത്ത് ഇരിക്കണം. സൈൻ ഇൻവേഴ്സ് എക്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. ഇതൊരു റിസൾട്ടായി തന്നെ ഓർത്തിരിക്കേണ്ടുന്ന കാര്യവുമാണ്. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഇൻ ദ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2 എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇനി ഇതുപോലെ കോസിൻ്റെ ഒക്കെ പഠിക്കും. അവിടെയൊക്കെ ഇൻ്റർവെല്ലുകൾ വ്യത്യസ്തമായിരിക്കും. അവിടെ എല്ലാം ഗ്രാഫുകൾ ഉപയോഗിച്ചാണ് നമ്മളിത് പഠിക്കുന്നത്. അത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളുടെ ഇൻവേഴ്സ് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.